ഇതിന്റെ ആവശ്യമുണ്ടോ? കണ്ണ് ഈ മുടി 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 കാറിൽ കയറ്റി മിടുക്കാനായിട്ട് എന്നെ കൊണ്ടുപോവാണ്. ഞാൻ മാക്സിമം വിചാരിച്ചത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കേക്ക് കട്ട് ചെയ്യുവാണ്. ഫ്രണ്ട്സ് ഉണ്ടാവും, മാക്സിമം ഫാമിലി ഫ്രണ്ട്സ്, അങ്ങനെ ചിലപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത ആരെങ്കിലും കാണും. പിന്നെ എക്സ്പെക്ട് ചെയ്യാത്ത ഏതെങ്കിലും സ്ഥലത്തായിരിക്കും പോകുന്നത്. ഞാൻ ട്രാൻഡത്തിൽ തന്നെ കുറച്ച് സ്പോട്ട്സ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം, അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യല്ലോ. അങ്ങനെ ഞാൻ മാക്സിമം വിചാരിച്ചുള്ളൂ. ഇവിടെ എത്തിപ്പെടും എന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ നടക്കുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കാലൊന്നും ഫ്രാക്ചർ ആയിരുന്നു കുറച്ച് കാലം മുന്നേ. അപ്പോൾ അതിൻ്റെ ഒരു ട്രോമയാണ്. എനിക്ക് ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും നല്ല പേടിയുണ്ട്. പിന്നെ 2 പാവങ്ങൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. പാവട്ടോ, ഞങ്ങൾ വന്നപ്പോൾ അവർ ഈ ബഹളം എല്ലാം കണ്ടിട്ട് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, പേടിച്ച്. ഫുൾ ഞെട്ടിപ്പോയി. സോ ഞാൻ ആദ്യം വന്നപ്പോഴും എനിക്കിത് റെസ്റ്റോറൻ്റ് ആണെന്നാണ് വിചാരിച്ചത്. സെക്യൂരിറ്റിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്, പാർക്കിങ്ങിന് ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ വിചാരിച്ചത്. ഇവിടെ വന്ന് ഫുൾ കിളി പോയി. പിന്നെ എൻ്റെ മുടിയിൽ ആ റിബൺ കുരുങ്ങിയിട്ട് ആവേശത്തിൽ നിന്ന് എല്ലാവരും കുറേ നേരം ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കുന്നത് അഴിക്കാനായിട്ട്. പിന്നെ അതെല്ലാം സെറ്റപ്പ് ചെയ്ത് എനിക്കിപ്പോഴും എൻ്റെ ഓപ്പോസിറ്റ് അമ്മയും എൻ്റെ സിസ്റ്ററും അച്ഛനൊക്കെ നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അവരെയൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതോ ഒരു പെൺകുട്ടി ഒന്ന് വീഡിയോ എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നു. എനിക്ക് അവരൊന്നും മനസ്സിലാവുന്നില്ല. ഫുൾ ഷോക്കിലാണ്. എന്താ ചുറ്റും നടക്കുന്നത്? എനിക്ക് ഭ്രാന്തായതാണോ, എൻ്റെ ചുറ്റുമുള്ളവർക്ക് ഭ്രാന്തായതാണോ? സലീം കുമാറിൻ്റെ കറക്റ്റ് അവസ്ഥ അതാണ് ഞാൻ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് സോനുവിനെ എനിക്ക് മനസ്സിലായി. ഞാൻ അവളെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പിന്നെ കേക്ക് കട്ട് ചെയ്തു. ഇപ്പം എല്ലാം ഞാൻ കിളി പോയി നിൽക്കുകയാണ്. എനിക്ക് എന്താ ഞാൻ ചെയ്യുന്നത് എന്നുള്ളൊരു അറിയില്ല. ഞാനിതൊക്കെ ഇപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് ഞാനും അറിയുന്നത്, ഓ ഇങ്ങനെയൊക്കെ നടന്നല്ലേ എന്ന്. കേട്ടേ ഓർമ്മയുണ്ട്. ബട്ട് ദെൻ ആ ഒരു സിറ്റുവേഷൻ മൊത്തത്തിലൊന്നും ഞാൻ നോർമലി നമ്മളെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലേ, അതവിടെ ഇല്ല. ഇപ്പോഴും ഒന്നും വിശ്വസിക്കാൻ പറ്റാതെ ഞാൻ നിൽക്കുവാണ്. പിന്നെ ആ ഒരു മൊമെന്റിൽ എങ്ങനെ ആക്ട് ചെയ്ത് പോകുന്നു എന്നുള്ളത് മാത്രം. ആക്ച്വലി എല്ലാം നമ്മളിങ്ങനെ എല്ലാം എന്തെങ്കിലും ഒരു മേജർ കാര്യം ചെയ്യുകയാണെങ്കിൽ ഒന്നിച്ച് ഒക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് ആക്ച്വലി ഉള്ളിലുണ്ടായിരുന്നു. അയ്യോ, എനിക്ക് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. അവരുടെ 200th കാറും എൻ്റെ ബർത്ത്ഡേയും ഒന്നിച്ച് നല്ലൊരു കോയിൻസിഡൻസ് ആയിരുന്നു അത്. എല്ലാം കറക്റ്റ് ആ ലൊക്കേഷൻ അറേഞ്ച് ചെയ്തു. ഇതാണ് കസ്റ്റമർ കെയറിലാണ് ഹലോ, എന്ത് തോന്നുന്നു പറയൂ. സ്വിച്ചിന് ഭ്രാന്തായതാണെന്ന് തോന്നുന്നു. ഞാൻ സിബിച്ചൻ ആക്ച്വലി ഇത് 2 months ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആകെ എൻ്റെ അച്ഛനും പിന്നെ സിബിച്ചൻ്റെ അനിയത്തിയുണ്ട്, സിസ്റ്റർ ഇൻ ലോ. എൻ്റെ പുള്ളിക്കാരിക്ക് മാത്രമേ അറിയുള്ളൂ. പുള്ളിക്കാരി ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ വരാൻ പറ്റിയിട്ടില്ല. പുള്ളിക്കാരി ആക്ച്വലി അറിയായിരുന്നു ഇത് ട്രിവാൻഡ്രത്ത് പരുത്തിപ്പാറ കേശവദാസപുരത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂമാണ്. അവരെല്ലാം അടിപൊളിയായിട്ട് കോർഡിനേറ്റ് ചെയ്തു. ഈ കണ്ണ് വെട്ടിക്കുന്നുള്ള കേസ് ഞാൻ ബ്ലൈൻഡ് ആയിട്ടുള്ള ഞാൻ ഓർത്തില്ല. ഈ ഒരു സമയത്ത് ഞാൻ ഡെലിവറി ഞങ്ങൾ നേരത്തേക്ക് ആക്കിയിട്ട് മൊത്തത്തിൽ ഇതിനു വേണ്ടി മൊത്തം ഫുൾ സെറ്റ് ആയിട്ട് നിൽക്കുവായിരുന്നു.
ഇങ്ങനത്തെ പ്രതീക്ഷയിലല്ലേ അത് ഭാഗം പറ്റിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഒരുപാട്. ഇത് നമ്മുടെ സെയിൽസ് മാനേജറാണ്, കസ്റ്റമർ എക്സ്പീരിയൻസ് ഓഫീസറാണ്. എൻ്റെ കൊളീഗാണ്. ഇതാണ് ആക്ച്വലി നമുക്ക് ഡോക്യുമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആക്ച്വലി വണ്ടിയുടെ എൻ്റെ ശരിക്കുമുള്ള അവസ്ഥ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഫുൾ കിളി പോയി, എന്താ ചുറ്റും നടക്കുന്നത് എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരവസ്ഥ. ആക്ച്വലി എനിക്ക് പനി പിടിച്ചു. ഓക്കെ, നമ്മളെപ്പോഴും കേൾക്കുന്നില്ലേ ഷോക്ക് വന്ന് പനി പിടിച്ചു, പേടിച്ച് പനി പിടിച്ചു എന്നൊക്കെ. അതേ അവസ്ഥ ഞാൻ ശരിക്കും അനുഭവിച്ചത് ഇപ്പോഴാണ്. എനിക്ക് അന്ന് രാത്രി ചെറിയ കാച്ചിലെന്നൊക്കെ പറയാം, നമ്മൾ ചെറിയ ചൂടും പനി പോലെ അങ്ങനത്തെ ഒരു ഫീല്. ഭയങ്കര പനിയെന്നല്ല, ബട്ട് സ്റ്റിൽ എനിക്ക് പനി വന്നു, ഷോക്കായി പനി വന്നു ആദ്യമായിട്ട്. യെസ്, അങ്ങനെ ഞാൻ എൻ്റെ കാർ എടുക്കുകയാണ്. അടുത്ത ബർത്ത്ഡേക്ക് മിനിമം ഒരു ഹെലികോപ്റ്റർ, അതിൽ കുറഞ്ഞൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബൈ ദ ബൈ, നമുക്ക് കാണാം.